ഏതെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന 100% റിസൾട്ട് കിട്ടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതോടൊപ്പം പഠനത്തിൽ മികവുണ്ടാകാൻ, വിജയമുണ്ടാകാൻ, അക്രമികളുടെ ഷെറില്ലാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ മലക്കുകൾ വരെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി കാത്തു നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ഇസ്മ, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 43-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 43-ാമത്തെ ഇസ്മ കരീം എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കരീം എന്നുള്ള ഇസ്മിനെ അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂൻ, ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ കരീം അള്ളാഹു പറയുന്നു. ഫഇന്ന റബ്ബി വനിയ്യുൻ കരീം സൂറത്തു നംലിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ കരീം എന്നുള്ള ഇസ്മിനെ വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മിഷ്ഠൻ, നന്നായി കൊടുക്കുന്നവൻ, സൃഷ്ടികളോട് സ്നേഹമുള്ളവൻ, നന്മ ഉദ്ദേശിക്കുന്നവൻ എന്നൊക്കെയാണ് കരീം എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത്. കരീം എന്നുള്ള ഇസ്മിന്റെ അദദ് 270 ആണ്. കാഫ് 20, റാ 200, യാ 10, മീം 40, ടോട്ടൽ 270. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഇസ്മിനെ ധാരാളം അധികരിപ്പിച്ചിരുന്നു എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമുക്കറിയാം, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ അലിയുൽ മുർത്തള. ഒരുപാട് ത്വരീഖത്തുകളുടെ, ഖാദിയ ത്വരീഖത്ത്, റിഫാഇയ ത്വരീഖത്ത്, സാബിരി ത്വരീഖത്ത്, സുഹ്റവർദി ത്വരീഖത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ത്വരീഖത്തുകളുടെ മശായിഖന്മാർ കടന്നു ചെല്ലുന്നത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ്. ഇസ്ലാമിന്റെ 4ാമത്തെ ഖലീഫയാണ് അലി റളിയല്ലാഹു തആല അൻഹു. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അനുധാവനം ചെയ്യാനൊക്കെ കഴിയുക എന്നുള്ളത് വലിയ നേട്ടമാണ്, വലിയ മഹത്വമാണ്. അലി റളിയല്ലാഹു തആല അൻഹു വളരെയധികം ചൊല്ലിയിരുന്ന ഇസ്മാണ് കരീം എന്നുള്ളത് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കരീം എന്നുള്ള ഇസ്മിന്റെ ചില അമലുകളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത്, കരീം എന്നുള്ള ഇസ്മിനെ നമ്മൾ എഴുതി ധരിച്ചു കഴിഞ്ഞാൽ, എഴുതി ധരിക്കുക എന്ന് പറഞ്ഞാൽ കരീം എന്നുള്ള ഇസ്മിനെ എഴുതിയിട്ട് അതുപോലെ ധരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ധരിക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ കഴിയില്ല, പല പ്രയാസങ്ങളും അതുവഴി ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് കരീം എന്നുള്ള ഇസ്മിന്റെ കളം നമ്മൾ എഴുതിയിട്ട്, സുലാസി കളമോ റുബായി കളമോ എഴുതിയിട്ട് അതൊരു ഏലസായിട്ട് നമ്മൾ ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല, ശുദ്ധിയില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കരീം എന്നുള്ള ഇസ്മിനെ ഈ രൂപത്തിൽ നമ്മൾ എഴുതി ധരിച്ചു കഴിഞ്ഞാൽ അക്രമികളുടെ ഷെറുണ്ടാവില്ല. സിഹർ ചെയ്യുന്ന അക്രമികളുണ്ടാവും, ശാരീരികമായ അക്രമം ചെയ്യുന്നവരുണ്ടാകും, സാമ്പത്തികമായ അക്രമം ചെയ്യുന്നവരുണ്ടാവും, പല നിരക്കും അക്രമം ചെയ്യുന്ന അക്രമികൾ നമ്മുടെ ചുറ്റുഭാഗവും ഉണ്ടാകാം. ആ അക്രമികളുടെ കുതന്ത്രങ്ങളും അവരുടെ അക്രമങ്ങളൊന്നും നമുക്ക് ഏൽക്കുകയില്ല, അവർ നമ്മെ ആക്രമിക്കുകയില്ല. ഒരു പ്രൊട്ടക്ഷനായി കരീം എന്നുള്ള ഇസ്മ ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് 5 നേരം നമസ്കാര ശേഷം 270 തവണ
യാ കരീം യാ അല്ലാ, യാ കരീം യാ അല്ലാ, യാ കരീം യാ അല്ലാ എന്ന് നിസ്കരിച്ച അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ 7-ാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ പറന്നിറങ്ങിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പൊട്ടക്കിണറ്റിന്റെ അടിയിലെത്തുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ രക്ഷിച്ചു എന്നാണ് ചരിത്രം. അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷനും സഹായവും അങ്ങനെയാണ്. അങ്ങനെയുള്ള പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയും അവരുടെ കാവലും അവരുടെ സംരക്ഷണവും നമുക്ക് ലഭിക്കാൻ കരീമി എന്നുള്ള ഇസ്മിനെ നമ്മൾ 5 നേര നമസ്കാരവും 270 തവണ വീതം നമ്മൾ പതിവാക്കിയാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 3-ാമത്തെ ഒരു അമൽ എന്നുള്ളത് പഠനത്തിൽ നമുക്ക് എളുപ്പമുണ്ടാകാൻ, പഠിച്ചത് മറക്കാതിരിക്കാൻ, പെട്ടെന്ന് പഠിയാൻ, പഠനത്തിൽ നമുക്ക് വിജയമുണ്ടാകാൻ, നമ്മൾ എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഇലാ ഹളറത്തി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും. അത് പഠനത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. കാരണം ഇൽമിൻ്റെ ഒരു ബഹറാണ്. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കാനുള്ള കവാടം അലി റളിയല്ലാഹു അൻഹു ആണെന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇൽമ് എത്രത്തോളമുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം 270 തവണ കരീം എന്നുള്ള ഇസ്മിനെ സുബഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും നമ്മൾ പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ പഠനത്തിൽ നല്ല എളുപ്പമുണ്ടാകാനും പെട്ടെന്ന് പഠിയാനും പഠിച്ചത് മറക്കാതിരിക്കാനും പഠനം കൊണ്ട് പിന്നീട് നമ്മൾ പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഒക്കെ നമുക്ക് വലിയ ബറക്കത്തും വിജയവും ഉണ്ടാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 4-ാമത്തെ ഒരു അമൽ എന്നുള്ളത് നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കാൻ, കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടാൻ, അത് ഏതാവശ്യമാകട്ടെ, ഒരു വീട് വെക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം ശരിയാവാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാസ്സാകാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമികളുടെ ഷെറ് നീങ്ങി കിട്ടണം, ഏതെങ്കിലും നമ്മെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് അവർ നീങ്ങിപ്പോകണം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ യാ കരീമു യാ വഹാബു യാ ദു തൗലി യാ അല്ലാഹ് എന്ന് 5 നേര നമസ്കാര ശേഷവും 100 പ്രാവശ്യം നമ്മൾ പറയുക എന്നുള്ളതാണ്. യാ കരീമു യാ വഹാബു യാ ദു തൗലി യാ അല്ലാഹ് എന്ന് നമ്മൾ 5 നേര നമസ്കാര ശേഷവും 100 പ്രാവശ്യം വെച്ച് പതിവാക്കുക എന്നുള്ളതാണ്. ഹലാലായ ഖൈറായ ഏത് ആവശ്യവും പെട്ടെന്ന് നിറവേറി കിട്ടാൻ അത് സഹായമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അമലുകൾ കരീമി എന്നുള്ള ഇസ്മിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന ചില അമലുകൾ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും റിസൾട്ട് നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.